മഴയത്ത് പണിയൊന്നുമില്ലല്ലോ. പിന്നെ വെയിലത്ത് നല്ല പണിക്ക് പോക്കായിരുന്നല്ല. നീ മറ്റേ കണ്ടെയ്നറില് ട്രെയിലറില് എന്താ കയറാൻ പോകുന്നുണ്ട്. ട്രെയിലറിലും കണ്ടെയ്നറിലും പോവാൻ ചാൻസ് ആയിട്ടുണ്ട്. പക്ഷെ ഏതിൽ പോണെന്ന് കൺഫ്യൂഷൻ ആയിട്ട് വീട്ടിൽ കയറി 1 മാസം ഇട്ടിപ്പാണ്. എടാ പ്രിൻസേ, എടാ അത് പള്ളി പഠിക്ക സൈക്കിളിൽ വീണ. അത് പോട്ടെ, അത് കുഴപ്പമില്ല. പണിയിലാണ്ടിരിക്കോടാ, പണി വല്ലതും ഉണ്ടാ? പണി പെയിന്റിങ് ആണ്. ഞാൻ ചോദിച്ചോക്കാം. അത് മതിയാ? പെയിന്റിങ് കുഴപ്പമൊന്നുമില്ല. ആ ചേട്ടാ, പണി ഉണ്ടാവോ? ഇല്ലല്ലേ? ചേട്ടാ, പണി ഉണ്ടാവോ? നാളെ വരാനാ? പറ്റൂല. ഞാൻ എന്റെ കൂട്ടാന്റെ കയ്യിലൊടിഞ്ഞിരിക്കാനേ, നാളെ ഹോസ്പിറ്റലിൽ പോണല്ല. വാർഡ് പറയാൻ വേണ്ടി വിളിച്ചാണേ. ശരിയെന്നാ. പിന്നെ പണി ചോദിച്ചു എന്തിനാണ്? അതെന്ന് ഞാൻ വിചാരിച്ചു നാളെ തന്നെ ചെല്ലാനായിട്ട്. അവിടെ ഒരു പൈക്ക് ദോഷം പിടിച്ചിട്ടില്ലേ? ഇവിടുത്തെ കാലൊക്കെ തകർത്തത്. ഇവിടെ ഈ പള്ളി പഠിക്കത് എവിടെ? പള്ളി പഠിക്കേ? എന്നിട്ട് ആൾക്ക് വല്ലതും പറ്റിയെന്നാ എന്റെ പൊന്ന് ചോദിച്ചേട്ടാ. ആ ടോർത്തൊന്നും ഇടിച്ചിട്ടില്ലേ? ആ ബൈക്കിന്റെ ഫുള്ള് തകർന്ന്. ആ 3 രൂപ കഴിച്ചു 3 രൂപ ഇറക്കി. ബാക്കിയൊക്കെ കിട്ടിയിട്ടുണ്ട്. രക്ഷപ്പെടോ അറിയാൻ പാടില്ല. എന്ത് പറയാനല്ലേ, വണ്ടിയൊക്കെ സൂക്ഷിച്ചു ഓടിച്ചില്ലെങ്കിലേ ഈ കാലത്ത് രക്ഷയില്ലാതെ കണ്ടാറല്ലേ. ശരിക്കും കണ്ടാന്ന് വെച്ചിട്ടൊക്കെ കാണുന്നുണ്ട്. അവിടെ ടോർക്ക കിടക്കണ്ടേ, റൂമിനോട് ആൾക്കാരും കൂടിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ചോദിച്ചാ പോരെ. നീ ഊഹിച്ചല്ലേ? ചേട്ടാ മധൂരി, ഞാനാണ് വീണത്. സൈക്കിളിലായിരുന്നു. എന്റെ ബൈക്കിലാണ് ടോർത്തിരിച്ചെന്ന് പറഞ്ഞ് സമ്മതിക്കണോട്ടാ. പിന്നെ പരിങ്ങനണ്ടില്ലേ അവനൊന്ന് സൈക്കിളിൽ വീണു. അതിനാണ് ണ്ട് സുധാറിയേട്ടോ എവിടെ പോണം? ധൃതി അവിടെ വണ്ടി വന്നതാ. എന്റെ ദൈവമേ, ഇതൊന്നാലൊക്കെ ഒന്നല്ല.